ിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയാണോ? അല്ല, തീർച്ചയായും ഈ AICC നേതൃത്വത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിനൊരു വ്യക്തമായ അതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ കാര്യത്തിൽ എനിക്ക് കൃത്യമായ നിലപാടുണ്ട്, പ്രതീക്ഷയുണ്ട്. കോൺഗ്രസ് എന്ന ജനപക്ഷ സ്ത്രീപക്ഷ പ്രസ്ഥാനം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയിൽ മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കൃത്യമായ നിലപാട് പറയും. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യാത്ത CPM-കാരാണെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുന്ന നേതാക്കന്മാരെ താലം വെച്ച് സ്വീകരിച്ച് ആനയിക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇറക്കിവിട്ട ആളിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിട്ട് ലക്ഷങ്ങൾ ശമ്പളം, പൊതുജനഖജാവിന് ശമ്പളവും കൊടുത്ത് ആദരിക്കുന്ന മുകേഷ് MLA പോലെയുള്ളവരെ ഈ പറയുന്ന പട്ടുമളയും നൽകി ആദരിക്കുന്ന പോലെ ഒരിക്കലും കോൺഗ്രസ് ചെയ്തിട്ടില്ല. പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവതരമാണ്. സാങ്കേതികത്വം പറയില്ല കോൺഗ്രസ് നേതൃത്വം കൃത്യമായ നിലപാട് തീരുമാനം പറയുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ഉചിതമായ തീരുമാനം എടുത്താൽ അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുകേഷ് MLA അടക്കമുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുകൂടി അത് വേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ജനകീയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങേണ്ടതല്ലേ? ഞാൻ ഈ മുകേഷ് MLAയുടെ വാക്ക് കടമെടുത്ത് പറയുന്നു. ഇക്കാര്യത്തിൽ CPM-നോടും മുകേഷിനോടും പറയാൻ ആഗ്രഹിക്കുന്നു, അന്തസ് വേണോടോ അന്തസ്. ബിന്ദു കൃഷ്ണയാണ് സംസാരിച്ചത്. ഡി ബിനോയ് അന്തസ് വേണം എന്നുള്ള വാക്കാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടും ഉചിതമായ തീരുമാനമെടുക്കും, അത് രാജി തന്നെയാണ് എന്നാണ് ബിന്ദു കൃഷ്ണയുടെ വാക്കുകളിൽ കൃത്യമായിട്ട് വരുന്നത്. അതല്ലാതെ ഒരു ലൂസായിട്ടുള്ള സംഭാഷണമല്ല. അത് ആലോചിച്ച് തീരുമാനിക്കും, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടിക്ക് കൂടി ആലോചിക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ കൃത്യമായിട്ട് തന്നെ രാജി ഉണ്ടാവുമെന്ന് പ്രത്യക്ഷത്തിൽ സൂചിപ്പിക്കുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള വാക്കുകളാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും CPIM-ന്റെ